സതീഷ് വസന്ത്, എന്തിനാണ് ഈ കോടികൾ പൊടിച്ചത്? ഇതിന്റെ ഫലം എന്തുണ്ടായി എന്നുള്ള ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഇപ്പോൾ നോക്കൂ, മണ്ഡലകാലം ആരംഭിക്കുകയാണ്. അവിടെ നിന്നും വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ശബരിമലയിൽ ഏർപ്പാടാക്കിയിട്ടില്ല. നമ്മുടെ പ്രതിനിധികൾ, പമ്പ മുതൽ സന്നിധാനം വരെയുള്ള നമ്മുടെ പ്രതിനിധികൾ ഓരോ വിഷയവും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഈ 5 കോടി രൂപയാണ് അന്ന് ഈ ആർഭാട സംഗമത്തിന് വേണ്ടി അവിടെ പൊടിച്ചത്. അതിൻ്റെ ഏതെങ്കിലും വിധത്തിൽ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ അനന്തരഫലം എന്നൊന്ന് വിശദീകരിക്കാമോ? നോക്കൂ നീലിമ, ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോഴത്തേക്ക് അത് എന്തിനാണ് നടത്തിയതെന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാനുള്ള നേരത്തെ എല്ലാം പല ചർച്ചകളും വിശദീകരിച്ചിരുന്നു. നമുക്ക് ശബരിമല എന്ന് പറയുന്നത് ആഗോള തലത്തിൽ എന്ന് വെച്ചാൽ ലോകമെമ്പാടും ഇപ്പോൾ നോക്കൂ, നമ്മൾ 41 ദിവസം മണ്ഡല സീസൺ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ തന്നെ പറയുന്നു ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന്. നോക്കൂ, അടിസ്ഥാന സൗകര്യങ്ങൾ, അതുപോലെ തന്നെ കൂടുതൽ ഭക്തന്മാർ അവിടെ വരികയും അതൊരു പിൽഗ്രിമേജ് പോലെ, പിൽഗ്രിമേജ് എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ ബാക്കിയുള്ള കാര്യമൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ഇപ്പോൾ തിരുപ്പതിയെ പോലെയും മറ്റു സംസ്ഥാനങ്ങളിൽ വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത്. അതിലെന്താ തെറ്റ്? അന്ന് നിങ്ങൾ അതിനെല്ലാം കുറ്റം പറഞ്ഞു. ഇപ്പം നിങ്ങൾ പറയുന്നു ഇപ്പം സീസൺ നാളെ തുടങ്ങുന്നു. നോക്ക്, ഇതിപ്പം എന്ന് പറയുന്നത് ഒരു പ്രസിഡൻറ്റ്, ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റോ മെമ്പറോ ഇല്ലെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അവിടുത്തെ എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ? ഇത് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും നല്ല നിങ്ങൾ കുറ്റം പറഞ്ഞല്ലോ ശ്രീ പ്രശാന്തിനെയൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുന്നത് മണ്ഡലകാലങ്ങളിൽ ഏതൊരുവിധ കുറ്റമില്ലാതെയും കുറ്റമറ്റ വിധത്തിലല്ലേ അവിടെ ഒരു മണ്ഡലകാലം അവിടെ നടന്നത്. അതുപോലെ തന്നെ വെർച്വൽ ക്യൂ നടത്തിക്കൊണ്ട് അയ്യപ്പന്മാരെ കറക്റ്റായിട്ട് ഓരോ സമയത്ത് ശബരിമല ദർശനത്തിന് കടത്തിവിട്ടില്ലേ. അപ്പോൾ ഇത് മണ്ഡലകാലം നാളെ തുടങ്ങണേലേ ഉള്ളൂ. നാളെ തുടങ്ങുമ്പോൾ തന്നെ അതിന് മുമ്പേയാണ് നിങ്ങൾ വിമർശനങ്ങൾ തുടങ്ങുകയാണ്. ഇപ്പോൾ തന്നെ അവിടെ ഭക്തർ അവിടെ എത്തിക്കഴിഞ്ഞു. സ്വാഭാവികമല്ലേ? സതീഷ് വസന്ത്, ചില കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഈ മണ്ഡലകാലത്തിന് മുന്നേ തന്നെ ദുരിതം തുടങ്ങിയിരിക്കുകയാണ് ശബരിമലയിൽ. വളരെ കൃത്യമായി നിലയ്ക്കൽ പമ്പ KSRTC സർവീസ് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് അവിടെ ഗതാഗത സൗകര്യം പോലും ക്രമീകരിച്ചിട്ടില്ല. മാത്രവുമല്ല, ഈ ഭക്തർ എത്തിയിട്ടും എരുമേലിയിലടക്കം ശുചിമുറികൾ തുറന്നിട്ടില്ല. ഈ ശുചിമുറികളൊക്കെ ലേലത്തിന് പോയിട്ടില്ല. അതുകൊണ്ട് ഈ ഭക്തർക്ക് ഇത് തുറന്നു കൊടുക്കാൻ കഴിയില്ല എന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. അപ്പോൾ മണ്ഡലകാലത്തിന് ഈ ഭക്തരുടെ ദർശനം തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ് ഞാൻ ഈ ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ ഗതാഗത സൗകര്യമില്ല, അടിസ്ഥാന സൗകര്യം എത്തി നോക്കിയിട്ട് പോലില്ല. ശുചിമുറികൾ തുറക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് എന്തൊരു കാടത്തരമാണ് അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. നോക്കൂ, ഞാൻ നീലം ഒരു കാര്യം മതി. എല്ലാ മലയാള മാസം 1-ാം തീയതിക്ക് മുമ്പേ 2 ദിവസത്തിന് മുമ്പേ അവിടെ നട തുറക്കുന്ന ഒരു പതിവുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. എല്ലാം അത് ആ അയ്യപ്പന്മാരാണ് വന്നിട്ടുള്ളത്. അതായത് മകരവിളക്കിനുള്ള അയ്യപ്പന്മാരൊന്നും അവിടെ എത്തിയിട്ടില്ല. അത് സ്വാഭാവികമായി എല്ലാ വർഷവും എല്ലാ മാസവും ഉള്ള. സതീഷ് വസന്ത്, താങ്കൾ എന്താണ് ഈ പറയുന്നത്? നാളെ വൃശ്ചിക പുലരിയാണ്. വൃശ്ചിക പുലരിയിൽ അയ്യനെ കാണാൻ അവിടെ ആയിരക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുകയാണ്. എൻ്റെ നീലിമ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു മണ്ഡലകാലം തുടങ്ങി ഒരു ദിവസം നാളെ ആവണേ ഉള്ളൂ. ആ 1-2 ദിവസത്തിനകത്ത് അതെല്ലാം ക്ലിയർ ആക്കുന്നേ. നിങ്ങൾ എന്താണ് പറയുന്നത്? അവിടെ ആയിരക്കണക്കിന് ഭക്തർ എത്തിയിട്ടുണ്ട്. ശുചിമുറി സൗകര്യം പോലും ഏർപ്പാടാക്കിയിട്ടില്ല. ഉള്ള ശുചിമുറികൾ തന്നെ അടച്ചിട്ടിരിക്കുകയാണ്.